നമ്മളിവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ എംസാനിലെ കംപ്ലീറ്റ് വഴുതനൊക്കെ പറിച്ച് ഈ ഇതുണ്ടല്ലേ, ഇത് എംസാനിലുള്ള ഇതാണ്, വേരുകളൊക്കെ എടുത്ത് മാറ്റി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം, ക്ലീനിങ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പൈപ്പിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം അടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ട് ഇനി ഇതിൽ പുതിയ തൈകൾ നമുക്ക് വെക്കാൻ പറ്റും. ഇതിലെല്ലാം പുതിയ തൈകൾ വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള പരിപാടിയിലാണ്. ഇതൊക്കെ കുറച്ചും കൂടിയും ഇതേപോലത്തെ പോട്ടുകൾ ഇവിടെയൊക്കെ വെക്കാനുള്ള ഉദ്ദേശമുണ്ട്. ഇവിടുത്തെ ഗ്രോ ബാഗൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ ഇതേപോലത്തെ ചട്ടികൾ കിട്ടിയിട്ടില്ല. ചട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്. കൃഷി കുറച്ചും കൂടിയും ചട്ടികളിലേക്കായിട്ട് മാറ്റാം. ഈ ഗ്രോ ബാഗുകൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്ക് നനക്കലും പിന്നെ തുള്ളി നനൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് വലിയ മെനക്കെടില്ലാണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ പോണ്ട് കുറച്ച് വലുതാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇത് കുറച്ചുകൂടി നീളം കിട്ടിയിട്ടുള്ളൊരു സംവിധാനം കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഏർലി ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം. ഇതുണ്ടല്ലേ, വിയറ്റ്നാം സൂപ്പർ ഏർലിയാണ്. ഇതുണ്ടല്ലേ, ഇതാണ് വിയറ്റ്നാം സൂപ്പർ ഏർലി. ചെറുതാണ് എങ്കിലും നല്ല മധുരമുള്ള സംഭവമാണിത്. ഇപ്പം ഇന്നത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലെ കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലെ ഉണ്ടാകുന്ന അടുക്കള മാലിന്യങ്ങൾ സംസ്കരിച്ചുണ്ടാകുന്ന കമ്പോസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വേറെ പുറത്തുനിന്ന് ഞങ്ങൾ വളം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഇതുവരെ. പുറത്തുനിന്ന് 5 കാശ് കൊടുത്ത് വളം വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്കിഷ്ടം പോലെ വളം ഇതേപോലെ ഉണ്ടാക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് വളം ഉണ്ടാക്കിയിട്ട് ഇതേപോലൊക്കെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല രസമാണ്.